ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇത്തിരി ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ കുടിച്ചില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാക്കാൻ വെച്ചതായിരുന്നു. ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ചായ അങ്ങനെ തിളച്ച് പൊങ്ങിപ്പോയി കേട്ടോ. പിന്നെ ഞാനതെല്ലാം കൂടി കളഞ്ഞ് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങ് നമ്മളൊന്ന് കഴുകി വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അന്ന് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ബാലൻസ് കുറച്ചുകൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് പോയിട്ട് ചായ കുടിച്ചിട്ട് വരാൻ വേണ്ടി അങ്ങനെ ചായ കുടിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ചായ കുടിക്കാൻ പോയത്. തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ 1 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകിയിട്ട് കുക്കറിക്ക് ചേർത്ത് കൊടുത്തു. തോലോട് കൂടിയിട്ടുള്ള ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ വേവിക്കുന്നത്. നമ്മുടെ ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് പാകം പോലെ വെള്ളവും ഉപ്പും എല്ലാം ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം കേട്ടോ. 4 വിസിൽ അടിച്ച് വരുമ്പോഴേക്കും നമ്മുടെ എന്താ പറയുക, ഗ്രീൻ പീസും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി തന്നെ വെന്തിട്ടുണ്ടാകും കേട്ടോ. ഇതോടെ വേവാൻ വെച്ചിട്ട് ഞാൻ പുറത്ത് മിറ്റോടിക്കാൻ വന്നതാണ്. അപ്പോഴേക്കും തന്നെ നമ്മുടെ പൂച്ചക്കുട്ടികൾ ഭയങ്കര അടികൂടലാണ് കേട്ടോ. ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം, പിന്നെ ഓടിപ്പോയി അടികൂടുന്നത് കാണാം. നല്ല രസമാണ് കേട്ടോ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 ആളും കൂടെ ഒരേ അടികൂടലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തതാണ്. നേരത്തെ എണീക്കും കേട്ടോ. നമ്മൾ എണീറ്റ് വരുമ്പോഴേക്കന്നെ എണീറ്റ് കളി തുടങ്ങിയിട്ടുണ്ടാകും കേട്ടോ അവർ. അപ്പോൾ 3 ആളും കൂടെ ഒരേ കളിയാണ്. അങ്ങനെ പാഞ്ചുമൊക്കെ കിടക്കണമെങ്കിൽ അവളുടെ മേലെയൊക്കെ പോയി കടിക്കും. അവളെയൊക്കെ അതുപോലെ അവളോടും ഇങ്ങനെ ചണ്ട കൂടും, ഉമ്മ വയ്ക്കും ഒക്കെ കാണാം കേട്ടോ. പിന്നെ കണ്ടു നമ്മുടെ സൈക്കിളിൻ്റെ മേലെയൊക്കെ കയറുക, ഇതൊക്കെയാണ് കേട്ടോ പണി. ഇപ്പം നന്നായി അരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോഴില്ലേ എവിടെയും നിൽക്കണില്ല, ഇങ്ങനെ ഓരോരോ ഏടാകൂടങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓടി വന്നിട്ട് എൻ്റെ ചെടിയൊക്കെ ഇങ്ങനെ എന്താ പറയുക കടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ ആട്ടി വിട്ടാണ്. അങ്ങനെ പിന്നെ അവർ വീണ്ടും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാഞ്ചും ഉണ്ട് കേട്ടോ. അവർ പാലൊക്കെ കുടിച്ചു കേട്ടോ. ഇപ്പം നമ്മൾ കൊടുക്കുന്ന പാലൊക്കെ കുട്ടികളും കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ അടിക്കുന്ന സമയത്ത് അക്ഷയ പറയണം, അമ്മ നോക്കാതെ അടി കൂടണോ അങ്ങനെയൊക്കെ അടിക്കണോ എന്നൊക്കെ പറയണം കേട്ടോ. അപ്പം ഞാനത് നിന്ന് നോക്കിയിട്ട് മിറ്റോടിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം തന്നെ മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഈ നേരം കൊണ്ട് നമ്മുടെ കുക്കറൊക്കെ വിസിലടിച്ചിട്ട് റെഡിയാകും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണിച്ചു തരുന്നത് എന്താ പറയുക, നമ്മളിത് എക്സിബിഷന് പോയപ്പോൾ വാങ്ങിയിട്ടുള്ള ചെടിയാണ് കേട്ടോ. അന്ന് ഞാൻ കാണിച്ചു തരാൻ വിട്ടു. പിന്നെ നമ്മളന്ന് രാത്രി ആയില്ല വരുമ്പോൾ, അതുകൊണ്ട് പിന്നെ അന്നത് എടുത്തില്ല കേട്ടോ. ഈ 2 ചെടികളാണ് നമ്മൾ അവിടുന്ന് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അതിൽ പൂക്കും. ഇതിങ്ങനെ കളർ ചെടിയായിട്ട് നിൽക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കുഞ്ഞു പൂവ് ഓരോന്നായിട്ട് വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. മക്കളുടെ കളിയൊക്കെ കണ്ടിട്ട് നമ്മുടെ പാഞ്ചു ഇങ്ങനെ നോക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പം നോക്കിയാൽ അടികൂടൽ തന്നെ. അടികൂടുക, സൈക്കിളിൽ കയറുക, ബക്കറ്റിൽ കയറി നിൽക്കുക, അതി ഓടുക ഇതി ഓടുക ഒക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടികൾ. അങ്ങനെ പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് എന്താ പറയുക, ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഒരുവിധം ചെറുതായി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ ചീഞ്ചട്ടി വെച്ച് കൊടുത്തു. അത് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ. ഈ സമയം കൂടെ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തോലെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തണുപ്പിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് റിഫൈൻഡ് ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് പെരിഞ്ചീരകം കേട്ടോ അത് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞിട്ടുള്ള നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമുളക് നന്നായി തന്നെ മാറി വന്നതിന് ശേഷം ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കുഞ്ഞ് സ്പൂണ് മല്ലിപ്പൊടി കേട്ടോ. ഇത് 3ഉം കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം ഒരു തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആപ്പിൾ തക്കാളിയാണ് കേട്ടോ നമ്മൾ അരച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് എന്താ പറയുക, അതിൽ മിക്സി കഴുകിയിട്ടുള്ള ആ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി തന്നെ വന്നിട്ടുണ്ട്. നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രീൻ പീസ് അധികമൊന്നും വെന്ത് ഉടഞ്ഞിട്ടില്ല കേട്ടോ, എന്നാലും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പം തന്നെ നമ്മൾ
ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് വഴറ്റിയെടുക്കുന്നൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മുടെ മസാലയായിട്ട് കുറച്ച് തിളച്ച് വരുമ്പോൾ ഉള്ള വെള്ളം കുറച്ച് വറ്റിപ്പോവും. അപ്പോൾ കുറച്ച് അരളം വെള്ളം ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. അടച്ച് വെച്ചിട്ട് നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കൂട്ടൻ. നമ്മൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ പറയുക, ഇതിന്ന് ഒരു 3 കുഞ്ഞു ഉരുളക്കിഴങ്ങ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി തന്നെ ഉടച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഉരുളക്കിഴങ്ങ് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഉരുളക്കിഴങ്ങ് അങ്ങനെ ചേർക്കുമ്പോൾ കുറച്ച് കൊഴുപ്പ് കിട്ടും നമ്മുടെ കൂട്ടാൻ കേട്ടോ. ഇപ്പം ഞാൻ 1/2 സ്പൂണ് ഗരം മസാല, 1/4 സ്പൂണ് നമ്മുടെ പെരിഞ്ജീരകപ്പൊടി, പിന്നെ അതുപോലെ കുറച്ച് കുരുമുളക്, പിന്നെ 1 സ്പൂണ് പഞ്ചസാര, ഇതെല്ലാം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ കറി നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കഴിക്കുമ്പോൾ ഒന്നും കൂടെ കുറുകും. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മല്ലിത്തലയൊക്കെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനൊരു കാര്യം കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോളൂ കേട്ടോ. നമ്മുടെ അക്ഷയ ജനലിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ കറിയൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേഗം ഫ്രണ്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മൾ പൂച്ചക്കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ. അവരെന്താ കാണിക്കുന്നതെന്ന് അവർ കണ്ടോ, മനസ്സിലായോ നിങ്ങൾക്ക് അവരെന്താ കാട്ടുന്നതെന്ന്? നമ്മുടെ അക്ഷയ തുണി തോരിയിടുകയാണ് കേട്ടോ. അപ്പോൾ അവൾ അങ്ങോട്ട് നടക്കുമ്പോൾ അവർ അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കുക. ആ തല കഴുത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ. ഇത് കുറേ നേരമായി തുടങ്ങിയിട്ട്. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. കുഞ്ഞു കുട്ടികളുടെ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അത് കണ്ടുകൊണ്ട് നടന്ന് നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ പിന്നെ അവരവിടെ കളിച്ചോട്ടെ എന്നും പറഞ്ഞ് ഞാൻ പിന്നെ വേഗം തന്നെ ഉള്ളിലേക്ക് വന്നു കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടാനൊക്കെ നമ്മളൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായി തന്നെ കഴുകിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പച്ചരി ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയും പച്ചരി മാത്രമാണ് കേട്ടോ ചേർത്തിട്ട് നമ്മൾ അരയ്ക്കുന്നത്. പ്രത്യേകിച്ചൊരു അളവും കണക്കൊന്നുമില്ല കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി തന്നെ അത് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അത്ര നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 2 പ്രാവശ്യമായിട്ട് തന്നെ നമ്മുടെ പച്ചരി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം മാത്രമാണ് കേട്ടോ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ല. പിന്നെ ബാക്കിയുള്ള അരി കൂടെ ചേർത്ത് വെള്ളമൊക്കെ പാകം പോലെ ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് അരച്ചിട്ട് വരണ്ട കേട്ടോ. നല്ല തരി ഇല്ലാണ്ട് അരയ്ക്കണം കേട്ടോ. നല്ല ഫൈനായി തന്നെ നമ്മുടെ അരി അരച്ചിട്ട് വരണം. അങ്ങനെ നമ്മൾ 2ാമത്തെ പ്രാവശ്യം നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് എന്താ പറയുക, അതവിടെ വെച്ചതിന് ശേഷം പിന്നെ ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ട് നന്നായി തന്നെ തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷം ഒന്ന് ചീവി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റും തേങ്ങയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ മാവിലേക്ക് നമ്മൾ ക്യാരറ്റും അതുപോലെ നമ്മുടെ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം ലൂസായിട്ടാണ് കേട്ടോ നമ്മുടെ മാവ് ഇരിക്കുന്നത്. അതിൽ നമുക്ക് ദോശ പോലെ പരത്തിയെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ നമ്മുടെ മാവ് ഒഴിച്ചെടുക്കാനാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിലെടുത്തിരിക്കുന്നത്. അങ്ങനെയും എടുക്കുക, ഇങ്ങനെയും എടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ പരത്തുന്നില്ല, വെള്ളം പോലെ ഒഴിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് ക്യാരറ്റും നമ്മുടെ തേങ്ങയും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കറിക്ക് ഈ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വെള്ളം ആക്കാണ്ട് കുറച്ച് കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഇപ്പോൾ ആരും ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല പറഞ്ഞു. അപ്പോൾ നേരത്തെ നമ്മുടെ കറിയെല്ലാം ആയി. അപ്പോൾ പിന്നെ ആരും സമയമായിട്ടില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ആ സമയം കൊണ്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വിചാരിച്ചു. നമ്മുടെ വാഷ് ബേസിൻ വീണ്ടും കംപ്ലൈൻ്റ് ആണ്. അതിൽ പാത്രങ്ങൾ അങ്ങനെ കഴുകിയെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഇപ്പുറത്തെ വാഷ് ബേസിനിൽ പാത്രങ്ങൾ കഴുകിയെടുക്കണം. ഇതിലും കറക്റ്റ് ആയിട്ടില്ല, എന്നാലും തൽക്കാലത്തിലേക്ക് ഇതിൽ കഴുകുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ കയ്യോടെ തന്നെ നമ്മുടെ വെളിയിലെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചെടുത്ത് ചാക്കെല്ലാം ഒന്ന് വിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് സമയം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ വേഗം ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തു കേട്ടോ. അതിന് ശേഷം വന്നിട്ട് നമ്മൾ പാലടുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആപ്പിളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു കുഞ്ഞ് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ
പാലൊക്കെ ഒന്ന് തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ വേഗം തന്നെ ബൗളിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമ്മുടെ സാലഡൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ആപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ, അത് കട്ട് ചെയ്തപ്പോണ്ട് ഈ കളറായപ്പോൾ അക്ഷയ പറഞ്ഞു ഇത് ജ്യൂസ് അടിക്കാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ 2 പീസ് മാത്രമേ ഇതിലേക്ക് ചേർത്തുള്ളൂ. പിന്നെ കുറച്ച് ഓറഞ്ച് കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേനൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ തേനൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് പിന്നെ ഞാനതൊന്നും ചേർക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ നമ്മളിതെല്ലാം ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം വന്നിട്ട് പിന്നെ നമുക്ക് ഇനി ദോശ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ദോശക്കല്ലിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് നേരത്തെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ചേർത്താൽ എന്താ അറിയോ, നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു മയം കിട്ടും കേട്ടോ. അപ്പോൾ വടുവിടുന്നിരിക്കില്ല, അപ്പോൾ ബലം ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കല്ലിലേക്ക് എണ്ണയെല്ലാം തേച്ചതിന് ശേഷം ഇതുപോലെ നമ്മുടെ മാവ് കോരി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കോരി വേണേ ഒഴിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കും പോലെ പരത്തിയെടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ഭാഗം റെഡിയായതിന് ശേഷം പിന്നെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി നമ്മുടെ ഈ സൈഡൊന്ന് റെഡി ആവാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വേഗം തന്നെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അധികം സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ബാക്കി വേഗം തന്നെ നമ്മുടെ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പം ഭക്ഷണം കഴിക്കേണ്ട സമയമായി കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം അവിടെ വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ അശ്വിന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അവന് വേഗം തന്നെ ഭക്ഷണമൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ദോശയും അതുപോലെ കറിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എടുക്കുമ്പോഴേ പറയുകയാണ് മുന്തിരിങ്ങയല്ല, ഓറഞ്ച് വേണ്ട, ഡ്രാഗൺ ഫ്രൂട്ട് വേണ്ട എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നെ ഞാൻ തന്നെ പോയിട്ട് വാരി കൊടുക്കാൻ പറഞ്ഞിട്ട് വേഗം തന്നെ ദോശയൊക്കെ എടുത്തിട്ട് അവിടെ കൊണ്ടിരുത്തി വാരി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ അശ്വിനൊക്കെ ഭക്ഷണം വാരി കൊടുത്തു കേട്ടോ. പിന്നെ അക്ഷയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവൾ നേരത്തെ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ കഴിക്കുന്നത് എന്താ പറഞ്ഞാൽ അവൻ ഓറഞ്ചൊക്കെ വേണ്ട പറഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടും കഴിക്കാത്ത കാരണം പിന്നെ ഓറഞ്ചല്ല ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ. അപ്പോൾ അത് അവനെൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്ലേറ്റിലേക്ക് വെച്ചപ്പോൾ ഞാൻ പിന്നെ അതിനെ അപ്പോൾ തന്നെ കഴിക്കുന്നു കേട്ടോ. ഇനി അത് അവിടെ എവിടെയും കൊണ്ട് വെച്ചാൽ പിന്നെ അത് ശരിയാവില്ല. അപ്പോൾ പിന്നെ കൈയോടെ ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേഗം തന്നെ അവന് ഭക്ഷണമൊക്കെ വാരി കൊടുത്തു. അതിന് ശേഷം വന്നിട്ട് പിന്നെ ഇനി ഇവർക്ക് ചോറാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അശ്വിനും ഏട്ടനും ചോറാക്കുന്നുണ്ട്. ഇത് തന്നെയാണ് കേട്ടോ അവർക്ക് കറി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കടല തന്നെയാണ്. പിന്നെ ഞാൻ കുറച്ച് മോരെടുത്ത് കാച്ചിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ കുരുമുളകും ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് മോരൊക്കെ കാച്ചിയെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അശ്വിൻ ഈ സമയത്തൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കൈ നമ്മുടെ വാതിലിൽ മുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആകെ വേദനിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ കരച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണ്, കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ മുട്ടുമ്പോൾ ഇതുപോലെ കരയും. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ചിരിക്കും പറഞ്ഞപ്പോൾ അശ്വിൻ അത് കേട്ടിട്ട് ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവനെയൊക്കെ റെഡിയാക്കി അങ്ങനെ നമ്മുടെ അശ്വിൻ സ്കൂളിൽ പോയി. അക്ഷയ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് അക്ഷയ്ക്ക് ഉച്ചവരെ ക്ലാസ് ഉണ്ട്, ഹാൾ ടിക്കറ്റ് വാങ്ങാൻ പോകണം, ചോറ് കൊണ്ടുപോകണ്ട കേട്ടോ. അപ്പോൾ അവൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പാഞ്ചുവൊക്കെ ടാറ്റ കൊടുത്താണ് കേട്ടോ അശ്വിന്. അങ്ങനെ അശ്വിനെ കൊണ്ടാക്കിയതിന് ശേഷം പിന്നെ അക്ഷയെ കൊണ്ടാക്കി. അതിന് ശേഷം വന്നിട്ടാണ് പിന്നെ ഞാനും ഏട്ടനും കൂടെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ നമ്മുടെ ക്യാരറ്റ് ദോശയും അതുപോലെ നമ്മുടെ കടലക്കറിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ കയ്യിൽ അതൊന്ന് കൊടുത്ത് വിട്ടതാണ്. എന്താ പറഞ്ഞാൽ കുറച്ച് ചായ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പച്ചരി ദോശയായ കാരണം നമുക്ക് എന്താ പറയുക കഴിക്കുമ്പോൾ ഒരു ചായ കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. കട്ടൻ ചായയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഞാനത് അവിടെ റെഡിയാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ വന്നിട്ട് ചായയും കൊണ്ടുവന്ന് പിന്നെ ഞാനും ഏട്ടനും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇനി ഏട്ടനെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മൾ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ചെടുത്തിട്ട് വേണം നമുക്ക് എല്ലാവിടെയും ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ പേര് പൂമ, അതുപോലെ റൗലി, പിന്നെ പൈക്കോ, ഇതാണ് കേട്ടോ അവർ 3 പേരുടെയും പേര്. ആ 2 കറുപ്പ് കളറിലെ പൂച്ചക്കുട്ടികൾ അവർ രണ്ടാളും വ്യത്യാസം അറിയില്ല കേട്ടോ. അപ്പോൾ എനിക്കങ്ങോട്ട് മനസ്സിലായില്ല, പക്ഷേ
കുട്ടികൾക്കൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ എനിക്ക് അവർ രണ്ടാളെയും അങ്ങനെ തിരിച്ചറിയുന്നില്ല കേട്ടോ. എന്നാലും ഇതൊക്കെയാണ് കേട്ടോ അവരുടെ പേരൊക്കെ ഇട്ടിരിക്കുന്നത്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഏകദേശ പണികളൊക്കെ തീർന്നു. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ.